ബുദ്ധിയുടെ കരുനീക്കങ്ങളിലൂടെ പുതിയ ചരിത്രം രചിച്ചുകൊണ്ട് കാക്കനാട് അത്താണി സ്വദേശി കുഞ്ഞുമോൻ ശാരീരിക വെല്ലുവിളികളെ ഇച്ഛാശക്തി കൊണ്ട് സാഹസികതയും അചഞ്ചലമായ ആത്മവിശ്വാസവും പോരാട്ടവീര്യവും കൈമുതലാക്കിയ കുഞ്ഞുമോൻ ആർബിറ്റർ. മനസ്സിന്റെ ശക്തിയും നിശ്ചയദാർഢ്യവും ശാരീരിക പരിമിതികൾക്ക് അതീതമാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് കുഞ്ഞുമോൻ ആർബിറ്റർ. എങ്ങനെയാണ് ഈ ചെസ്സിലേക്ക് എത്തിപ്പെടാൻ കാരണം? ചെസ്സിലേക്ക് എത്തിപ്പെടാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10 വർഷത്തോളം ചെസ്സിൻ്റെ ഓർഗനൈസർ, 10 വർഷം മുമ്പ് വരെ ചെസ്സിൻ്റെ ഓർഗനൈസറായിരുന്നു. അത് പിന്നീട് കളിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി ഈ ചെസ്സിൻ്റെ ആർബിറ്റർ ഫീൽഡിലേക്ക് ഒരു താല്പര്യം തോന്നി. അത് കാരണം ഞാൻ ഇതിനു മുമ്പ് ഫുട്ബോൾ ഫീൽഡിലായിരുന്നു മെയിനായിട്ട്. അത് റെഫറിങ്ങിലായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം അങ്ങനെ റെഫറി ആയിട്ട് നിന്ന് വർഷങ്ങളോളം അങ്ങനെ തന്നെ ഇതേ കളത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വർഷങ്ങളോളം നിന്നിരുന്ന പിന്നീട് ഒരു മുട്ടിനും ഒരു ചെറിയ ആക്സിഡൻറ്റ് വന്ന കാരണം എനിക്ക് പിന്നെ ഫുട്ബോളിൽ ഓടി റെഫർ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഞാൻ റെഫറിങ്ങിലുള്ള താല്പര്യം. ഇതും ഒരു എംപയറിങ് തന്നെയാണല്ലോ ചെസ്സിലെ ഫീൽഡ് ആർബിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ ഫീൽഡിലൂടെ ഇറങ്ങിയത്. പിന്നെ അതിനുശേഷം ഒരു 10 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ തന്നെ പൂർണ്ണമായിട്ടുണ്ട്. ഒരു 3-3.5 വർഷമായിട്ട് ഞാൻ ഫിഡെ ആർബിറ്ററാണ്. ഇൻ്റർനാഷണൽ ഫെഡറേഷൻ്റെ ഫിഡെ ടൈറ്റിലുള്ള ഒരു ആർബിറ്ററാണ്. വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ ഡിസേബിൾഡായിട്ടുള്ള ഒരു കക്ഷി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫിഡെ ടൈറ്റിൽ മേടിക്കുന്നത്. ഫിഡെ ടൈറ്റിലുള്ള ഒരേ ഒരാളും ആദ്യമായിട്ട് മേടിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇത്തരം ഇൻ്റർനാഷണൽ ഫിഡെ ടൂർണമെൻറ്റുകൾ ഒരു 10-28 ഞാൻ ആർബിറ്ററാകാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോവയിൽ നടന്ന IPC വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. അന്ന് കേരളത്തിൽ നിന്ന് ആകെ പങ്കെടുത്ത ആൾ ഞാനാണ്. അതുപോലെ തന്നെ നാഷണൽ ചാമ്പ്യൻഷിപ്പിന് ഇതിനൊക്കെ എനിക്കൊരു അവസരം കിട്ടാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ചെസ് ഫീൽഡിലെ, അതായത് ആർബിറ്റർ കമ്മീഷൻ ചെയർമാൻ, ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ്റെ ആർബിറ്റർ കമ്മീഷൻ ചെയർമാൻ ഇന്നൊരു മലയാളിയാണ്, രാജേഷ് എന്ന് പറയും. ആ രാജേഷ് സാറിൻ്റെ ഒരു സപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു പരിധിവരെ മലയാളികൾക്കൊക്കെ വളരെയധികം ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്കങ്ങനെ ആ ഫീൽഡിൽ തിരഞ്ഞെടുക്കാൻ പറ്റിയത്. ഇങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരെ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒരു പ്രാവശ്യം, പിന്നെ നാഷണലിൽ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇന്റർനാഷണൽ ഇതുപോലെ ടൂർണമെന്റ് ഒരു 10-28 ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ജില്ലാ ചാമ്പ്യൻഷിപ്പുകൾ, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 3-4 വർഷമായിട്ട് നല്ല ഈ ഫീൽഡിൽ അല്ല, ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വയസ്സ് 64. ഞാൻ അവസാനം ഒരു 2 വർഷത്തോളം ജില്ലാ ബാങ്കിൽ, അന്നത്തെ ഇപ്പോഴത്തെ കേരള ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ റിട്ടയർ ചെയ്ത ശേഷം പിന്നെ വേറെ ഒന്നുമില്ല. ഇപ്പം ഫുൾ ടൈം ചെസ് ഫീൽഡ് തന്നെയാണ്. ചെസ് ഫീൽഡ് തന്നെയാണ്. ഇപ്പം വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു 50 വർഷം